പാട്ട് വേണം. നമ്മൾ എന്തായാലും ഇത് ഒരു പാലത്തിന്റെ 50-ാം വാർഷികം കൂടിയല്ലേ അവതാരിക. ഒരു കയ്യടി അവതാരിക കൊടുക്കും. എത്ര മനോഹരമായിട്ടാണ് അവതരണം ഇവിടെ. അപ്പോൾ എന്തായാലും പാലത്തെ കുറിച്ചിട്ടുള്ള ഈ പാട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ജിതേഷ് കക്കടിപ്പുറം എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാടിയിട്ടുള്ള പാലവും പാലും അല്ലേ. അതിൻ്റെ കഥ അറിയാമെന്ന് വിചാരിക്കുന്ന ഒരു പാലം പണിയുമ്പോൾ അതിൻ്റെ തൂണിന് ഉറപ്പ് കിട്ടാൻ മനുഷ്യനെ ജീവനോടെ കുഴിച്ചിടുന്ന ആ കരുനിർത്ത എന്ന് പറയുന്ന ഒരു ആചാരം അല്ലേ. ഇവിടെ ആ പാലത്തിന് മുകളിൽ കൂടെ ഈ അപ്പനും മകളും നടന്നു പോകുമ്പോൾ പൊന്നു എന്നൊരു വിളി കേൾക്കുകയാണ്. അപ്പോൾ ഈ മകള് ചോദിക്കുകയാണ്, അപ്പോൾ അത് എൻ്റെ അമ്മ വിളിക്കുന്ന പോലെയാണല്ലോ, അത് എന്താ എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് ഒരു പാട്ടിലൂടെ ജിതേഷ് കക്കടിപ്പുറം എന്ന് പറഞ്ഞ വലിയ കലാകാരൻ്റെ ആ ശബ്ദത്തിൽ വിടർന്ന വളരെ മനോഹരമായ ഒരു ഗാനം ആലപിക്കുകയാണ്. അതിനോടൊപ്പം ഫ്രീത്ത് റെഡി അല്ലേ? എനിക്ക് ആ മ്യൂസിക് കിട്ടും. ഇതിന് 3 ഡിലേ ഇട്ട് തരണേ. റെഡി? താളത്തിന് കയ്യടി വേണേ. പാലും പാലും നല്ല നടപ്പാലം അപ്പന്റെ കയ്യിൽ പിടിച്ചു നടക്കണ നേരം. പാലും പാലും നല്ല നടപ്പാലം അപ്പന്റെ കയ്യിൽ പിടിച്ചു നടക്കണ നേരം. ആയോരു പാലത്തിൻ്റെ തുണേറിന്നു പൊന്നു എന്നൊരു വിളിയും കേട്ടി. പൊന്നു എന്നൊരു വിളിയും കേട്ടി. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ. എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. ട്രാക്കൊന്നും ഇതിന് കേട്ടിത്തരും. കേട്ട് കരയരുതേ പൊന്നു ആയ കഥ ഞാനേ ചൊല്ലിത്തരാം. ആയ കഥ കേട്ട് കരയരുതേ പൊന്നു ആയ കഥ ഞാനേ ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കറക്കിടരും പിന്നാനും കുടിക്കാനില്ലാത്ത കാലം. നീയന്നു നീന്തി നടക്കണ കാലം അടിവച്ചു വീണു കരയണ പ്രായം. നീയന്നു നീന്തി നടക്കണ കാലം അടിവച്ചു വീണു കരയണ പ്രായം. പ്രതിക്കുതിർകളിപ്പിച്ചമ്പ്ര ഉന്നീടം നേരെ കരുതിരുത്താം. ഉന്നീടം നേരെ കരുതിരുത്താം. എന്തിനാണമ്മേ നീ കരുതിരുത്തി പകരത്തിനൊപ്പനെന്റെ പൂവാനത്. എന്തിനാണമ്മേ നീ കരുതിരുത്തി പകരത്തിനൊപ്പനെന്റെ പൂവാനത്. മാറത്തന്നടർത്തിരുത്ത് എന്തിനാണമ്മ കരുവായത്. എന്തിനാണമ്മ കരുവായത്.
എന്തായാലും അത് ആ പാട്ടിനോടൊപ്പം ഞാനൊരു പാട്ടുകാരനല്ല, നമ്മുടെ ശശിയേട്ടനെ പോലെയുള്ള വലിയ ആ കലാകാരന്മാരോട് മാപ്പ് പറയുകയാണ്. ഒരു നാടൻ പാട്ട് അത് വേറൊരു രീതിയിലാണ് പാടിയത്. ജിതേഷേട്ടൻ പാടിയിരിക്കുന്ന തനി നാടൻ ശൈലിയല്ല. അപ്പൊ എന്തായാലും അവരോട് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടെ ആ പാട്ടിനോടൊപ്പം പ്രീത പേരാമ്പ്ര വളരെ മനോഹരമായിട്ട് ആ പശ തേച്ച് കഴിഞ്ഞിരിക്കുകയാണ് കറുത്ത പേപ്പറിൽ. ആരെയായിരിക്കാം അതെ, എന്തായാലും നമുക്ക് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ആളുടെ ആ പിക്ചർ ആ LED ബാളില് നമുക്കൊന്ന് കാണാം. അതോടൊപ്പം അത് വരുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ? നല്ലൊരു കൈയടി കൊടുത്തേ. കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാനേ ചൊല്ലിത്തരാം. എന്തായാലും എല്ലാവരും മനസ്സിൽ ഒരു വിങ്ങലായിട്ട് നിൽക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമ, ഒരു മനുഷ്യ സ്നേഹി അല്ലേ? എന്തായാലും പ്രിയപ്പെട്ട അവതാരികയെ സ്നേഹപൂർവ്വം ഇതിലേക്ക് നമുക്ക് ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സാലിക്കയുടെ ഒരു പിക്ചറാണ് വരച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് ഇത് വാങ്ങാനായിട്ട് മകനായിട്ടുള്ള ഷാഹിനെ വേദിയിലേക്ക് വിളിക്കാം. ഈ ഒരു പിക്ചർ നമുക്ക് അഷ്റഫൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാടിന്റെ എല്ലാവർക്കും സ്നേഹം കൂടിയാണ്. അഷ്റഫക്ക ഒന്ന് സ്നേഹപൂർവ്വം ഒന്ന് വേദിയിലേക്ക് ഒരു നിറ കൈയ്യടി കൊടുത്തിട്ട് അഷ്റഫക്കനെ കൂടി ഒന്ന് സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഷ്റഫക്ക വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഷാഹിൻ എന്തായാലും നമ്മുടെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും, അത് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാവേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സലക്കയുടെ പടമാണ് നമുക്ക് ശ്രീജിത്ത് പേരാ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നല്ലൊരു ഇടം തന്നെ പ്രിയപ്പെട്ട നല്ല മനസ്സിന് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. ഒരു നിമിഷം കൂടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു നിറ കയ്യടി എല്ലാവരും ചേർന്ന് സന്തോഷം സ്നേഹത്തോടെ ഞങ്ങൾ വിടവാങ്ങുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ശരിയായ ചാക്യാർ കൂത്തല്ല, ചാക്യാർമാരുടെ അനുവാദത്തോടു കൂടി ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വേഷം കിട്ടുന്നത് അവരുടെ അനുവാദത്തോടു കൂടിയാണ്. അപ്പോൾ ശരിയായ ചാക്യാർ കൂത്തായിട്ട് ഒരിക്കലും കാണരുത്. മധുരം മലയാളം ഹാസ്യാവതരണം അത്രേ പാടുള്ളൂ. വീണ്ടും കാണും വരെ സ്നേഹത്തോടെ പ്രതികൂലാണ്. താങ്ക് യു. നല്ലൊരു ചാക്യാർ കൂത്ത് ഹാസ്യാവതരണം മധുരം മലയാളം നമുക്കായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്ത പ്രദീപ് പുലാനി, ഒരുപാട് സന്തോഷം. നമുക്ക് ചാക്യാർ കൂത്തിന്റെ ആ ഒരു ഹാസ്യാവതരണം നമ്മളെല്ലാവരെയും ചിരിപ്പിച്ചു. കുട്ടികൾ മുതൽ